നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ അല്ലെങ്കിൽ മലയാളത്തിലെ വല്യേട്ടൻ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഓസ്കാറും സ്റ്റേറ്റ് അവാർഡും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഫിലിം ഫെയർ അവാർഡ് 16ാമത്തെ ഫിലിം ഫെയർ അവാർഡും കൂടെ ബെസ്റ്റ് ആക്ടർ തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ വന്നു. ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയിലെ പുള്ളിയുടെ കിഡിലം പെർഫോമൻസിനാണ് ആ ഒരു ബെസ്റ്റ് ആക്ടർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് കൂടെ മത്സരിച്ചിരുന്ന ചിത്രങ്ങള് ഒന്ന് നമ്മുടെ ആസിഫ് അലിയും അതേപോലെ തന്നെ പിന്നെ ഉണ്ടായിരുന്നത് ബേസിൽ ജോസഫും കൂടെയാണ്. അപ്പോൾ ഇവര് 3 പേരും കൂടെയാണ് മത്സരം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബേസിലിനെയും ആസിഫിനെയൊക്കെ പിന്തള്ളിയിട്ട് മമ്മൂക്കയ്ക്കാണ് ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ അവാർഡ് മമ്മൂക്കക്ക് കൊടുക്കുന്ന സമയത്ത് ആ വേദിയിൽ പുള്ളി പറഞ്ഞ കാര്യങ്ങളും ആ വേദിയിൽ പുള്ളിയുടെ കൂടെ മത്സരിച്ച ആൾക്കാരെ പുള്ളി എങ്ങനെ കൺസിഡർ ചെയ്തതു എന്നുള്ളതൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏതൊരു മനുഷ്യനും കാണേണ്ട ഒരു കാര്യം തന്നെയാണത് കേട്ടോ. എങ്ങനെയാണ് കൂടെയുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം. മമ്മൂക്ക അതിനെ കുറിച്ച് പറഞ്ഞതൊന്ന് കാണുക തന്നെ വേണം നമ്മള്. അപ്പോൾ Asif and Basil with me. They are not less than me, and not even a mob, an atom. They are equal to me, but something happened. Something happened between. She came to me. Both two youngsters are so handsome, and still she came to me. Please, വേണ്ട. അതാണ് അതായത് പുള്ളി പറഞ്ഞത് എങ്ങനെയാ പുള്ളി അവരെ കൺസിഡർ ചെയ്ത് കാണണം. അതായത് എൻ്റെ കൂടെ മത്സരിച്ച 2 പേരുണ്ട്, ആസിഫും ബേസിൽ ജോസഫും. അവര് എന്നെക്കാൾ താഴെയല്ല, അവര് ഈക്വൽ ടു മീ, അവര് എനിക്ക് തുല്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവര് ഭയങ്കര യങ്സ്റ്റേഴ്സ് ആണ്. അവര് ഭയങ്കര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്. ഇൻ ബിറ്റ്വീൻ എന്തൊക്കെയോ സംഭവിച്ചു. അവര് ഭയങ്കര ചൊറുചുറുക്കുള്ള ചെറുപ്പക്കാരാണെങ്കിൽ കൂടെ സ്റ്റിൽ അവൾ എൻ്റെ കൂടെയാണ് വന്നതെന്നാ പറയുന്നത്. അതായത് ഫിലിം ഫെയർ അവാർഡ് കൊടുക്കുന്ന ആ അവാർഡ് നമുക്ക് കാണാമല്ലോ, ഒരു ബ്ലാക്ക് ലേഡിയാണത്. അപ്പോൾ ആ ബ്ലാക്ക് ലേഡി എൻ്റെ കൂടെയാണ് വന്നതെന്നാ പറയുന്നത്. അത്രയും ചെറുപ്പക്കാരായിട്ടുള്ള 2 പേരുണ്ടായിട്ടും കൂടെ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ ബ്ലാക്ക് ലേഡി എൻ്റെ കൂടെയാണ് വന്നതെന്നാണ് മമ്മൂക്ക പറയുന്നത്. എന്നിട്ട് അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ വടാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവർ 3 പേരും കൂടെയാണ് ആ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇങ്ങനെ പിടിക്കുന്നത്. അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ് കേട്ടോ. എനിക്ക് അവാർഡ് കിട്ടി, ഞാൻ അതിൻ്റെ ക്രൂവിനും എല്ലാവർക്കും നന്ദി പറയുന്നു, ഫിലിം ഫെയറിനൊക്കെ നന്ദി പറയുന്നു, അങ്ങനെയൊന്നും അല്ല എടുത്തേ. എനിക്ക് അവാർഡ് കിട്ടി, എൻ്റെ കൂടെ മത്സരിച്ചിരുന്നത് ഇവർ 2 പേരുമാണ്. അവർ ഭയങ്കര യങ്സ്റ്റേഴ്സാണ്. അവർ ഒരിക്കലും എന്നെക്കാളും താഴെ ആയതുകൊണ്ടല്ല എനിക്ക് അവാർഡ് കിട്ടിയത്. എന്തൊക്കെയോ കാരണങ്ങളാൽ ജൂറിയുടെ ചില തീരുമാനങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് അവാർഡ് കിട്ടി. അങ്ങനെ ഒരു കൺസിഡറേഷൻ ആണത്. അതായത് അടുത്ത തലമുറേനെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് ഉള്ളൊരു മുതിർന്ന ഒരാളുണ്ടാവുമല്ലോ, ഒരു വല്യേട്ടൻ, അവരെങ്ങനെയാണ് നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 1950കളിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു അവാർഡാണ് ഈ ഫിലിം ഫെയർ അവാർഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രോമിനൻസ് ഉള്ളത് എപ്പോഴും ബോളിവുഡിലാണ്. ഷാറൂഖ് ഖാനെ പോലെയുള്ള ആളുകളൊക്കെ വാങ്ങിയിട്ടുള്ള അവാർഡാണ് ഫിലിം ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സൗത്ത് വെർഷനാണിത്. സൗത്തിലേക്ക് വരുമ്പോൾ സൗത്തിന്റെ ഒരു വെർഷനാണ് ഇപ്പൊ ഈ നടന്നിട്ടുള്ളത്. അപ്പൊ അതിലാണ് ബെസ്റ്റ് ആക്ടറായിട്ട് നമുക്ക് വന്നേക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളി എന്നുള്ളതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ ഈ ഉരുൾപൊട്ടലില് മരിച്ചിട്ടുള്ള അവരുടെ ആ കാല് നഷ്ടപ്പെട്ട അവർക്ക് ഒരു വെപ്പ് കാല് വെച്ച് കൊടുത്തതിന്റെ ഒക്കെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, അവർക്ക് വീഡിയോ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ മലയാളത്തിന്റെ മഹാൻ നടൻ എന്ന് നമ്മൾ പറയുന്നത് മമ്മൂക്കാനെ വെറുതെ അഭിനയം കൊണ്ട് മാത്രമല്ല, പുള്ളി അതിന് ശേഷം ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നതും ആൾക്കാരെ സഹായിക്കുന്നതും എല്ലാം വെച്ചിട്ടാണ്. അപ്പോൾ വേറെയുള്ള ആൾക്കാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോ ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇനി അവാർഡുകളൊന്നും വാങ്ങിക്കാനില്ല, എനിക്കിങ്ങനെ പുരസ്കരിച്ച് ഇനി എന്നെ ഇങ്ങനെ ആക്കാനില്ല എനിക്ക്. ഓക്കെ, എൻ്റെ അത് കഴിഞ്ഞു. ഇനി എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുക, ഒരു നടനായിട്ട് മരിക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം എന്നുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് പല സ്ഥലത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇനി അവാർഡുകൾ കൊണ്ട് പുള്ളീനെ എന്താ പറയാ കോരിത്തരിപ്പിക്കാനോ അവാർഡുകൾ പുള്ളിയുടെ ഇതിലേക്ക് ഒരു പൊൻതൂവലായിട്ട് വെക്കാനോ ഇനി ഇല്ല. അത്തരം ആ ഒരു സ്റ്റേജിനൊക്കെ മമ്മൂക്ക മാറി എന്നുള്ളതാണ്. അതെല്ലാം മാറി ഇനിയിപ്പോ
ക്യാരക്ടറുകളെ വില്ലനോ നടനോ നായകനോ എന്ത് ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മുരളിയുടെ ഒരു സിനിമയാണ്, ആ സിനിമയുടെ പേരെന്താണെന്ന് അറിയില്ല. അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരങ്ങത്ത് വെച്ച് മരിച്ചു പോകുന്നത്. ആ സിനിമയിലുള്ള ആ മുരളീൻ്റെ ക്യാരക്ടർ പോലെ ഒരു 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 ഇതാണ് ഡെസ്റ്റിനി ആഗ്രഹിക്കുന്ന ഒരാളാണ് മമ്മൂക്ക എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മനസ്സിലാക്കലുകൾ പുള്ളിയുടെ ഈ ഇടയ്ക്കുള്ള പെർഫോമൻസും എല്ലാം കണ്ടിട്ട്. അപ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളത്തിൻ്റെ വല്യേട്ടൻ, ആ കുടുംബത്തിലെ രണ്ടാൾക്കാരെയും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ്.